ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രാവൽ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനാണ് ഞങ്ങൾ 1000 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് വന്നതെന്ന്. ഇന്നാണ് ആ ദിവസം. ഞങ്ങൾ തന്തൂരി ഫ്രണ്ട്സ് കഴിക്കാൻ പോകുന്ന ദിവസം. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ TinsoBro. ഞാനാണ് നിങ്ങളുടെ Akhitha. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മുടെ 7ാമത്തെ ദിവസമാണ്, നമ്മൾ 4ാമത്തെ സംസ്ഥാനമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാന ഹോം സ്റ്റേ ആണ്. ഇവിടെ ആനയുണ്ട്, നാനയുണ്ട്. അപ്പം ഇത് മാൽവൻ മഹാരാഷ്ട്രയിലാണ്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇവിടുത്തെ ഞങ്ങളുടെ ബാഗെല്ലാം പാക്കാണ് ഇവിടുത്തെ ഒരു ചുമ്മാ ഒരു റൗണ്ട് അടിച്ച് കാണിക്കാം കേട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ജസ്റ്റ് മാൽവൻ എക്സിറ്റ് ചെയ്യുവാണ്. നമുക്ക് നേരെ കേട്ടോ പോകണ്ടേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാൽവൻ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ. മാൽവൻ ബീച്ചിലേക്ക് വരാൻ നിങ്ങൾ ഇവിടേക്ക് വന്നിറങ്ങാം ബസ് സ്റ്റാൻഡിൽ. പിന്നെ സംഭവം വെച്ചാൽ അഖിതേ, വെതർ എങ്ങനെയുണ്ട് ഇവിടുത്തെ? അയ്യോ, നല്ല തണുപ്പുണ്ട്. രാവിലെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സുഖം. അതെ, ആക്ച്വലി ഞങ്ങളുടെ റൂമിലായിരുന്നു ചൂട് കൂടുതൽ. പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്ത് സുഖമായിരുന്നു അറിയാം, നല്ല തണുപ്പ്. ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ നല്ല സുഖം ആക്ച്വലി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാണുന്ന എല്ലാം മാവുകളാട്ടോ, ഫുള്ള് മാന്തോട്ടമാണ് ഇത് മുഴുവൻ. സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ കുറേ അൽഫോൻസോ മാങ്കോൻ്റെ മെയിൻ സ്ഥലമാണ് രത്നഗിരി, ഈ ഏരിയ. ഓക്കെ, അപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. മഹാരാഷ്ട്ര, അതാണ് മഹാരാഷ്ട്ര. കാളവണ്ടി കണ്ട്, കാളവണ്ടി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പിന് വേണ്ടി നിർത്തിയതായിരുന്നു. അന്നേരമാണ് ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഗൂഗിൾ മാപ്സിലൊന്ന് നോക്കിയത്. ഞങ്ങൾ മാപ്പിട്ടാണ് പോകുന്നത്, കാരണം കോസ്റ്റൽ റൂട്ടിൽ എല്ലാ വഴിയും നമ്മൾ അറിയില്ലല്ലോ. സോ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയായിരുന്നു. ഞങ്ങൾ കോസ്റ്റൽ റൂട്ടിനല്ലാതെ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ റീറൂട്ട് ചെയ്തു നടുക്കൂടല്ല റൂട്ടിലേക്ക്, കോസ്റ്റൽ റൂട്ട് അല്ലാത്ത മറ്റേ നോർമൽ ഹൈവേയിലേക്ക്. അപ്പോൾ നമുക്ക് പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സ്റ്റോപ്പ് ആഡ് ചെയ്തില്ല. സോ കോസ്റ്റൽ റൂട്ട് അല്ലാതെ മെയിൻ റൂട്ട് അവർ കാണിച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ 2 സ്റ്റോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കുൺകേശ്വർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്കിനി സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴി മാൽവനിലേക്ക് 20 കിലോമീറ്റർ തിരിച്ചോണം. മാൽവനിൽ നിന്ന് തന്നെ നമുക്ക് എന്നിട്ട് റൈറ്റ് എടുത്ത് പോകണം. ടെക്നിക്കലി ഇനിയും ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനായി. പാടങ്ങൾ, പഠിത്തങ്ങൾ എല്ലാം യാത്രയുടെ ഭാഗം. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ 10:30 ആയിരിക്കേണ്ട സമയം നമ്മുടെ ട്രിപ്പ് ഇപ്പോഴാണ് ഒഫീഷ്യലി ഓൺ ആയത്. ഞങ്ങൾ റൈറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, കോസ്റ്റൽ റൂട്ട് വഴി. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുൺകേശ്വറാണ്. കുൺകേശ്വറിന് ഏകദേശം 10-60 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് നമുക്കിനി പോകേണ്ട വഴി. സെറ്റ്, അച്ചാറാണ്, അച്ചാര. നേരെ നമുക്ക് നേരെ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ അച്ചാറ കഴിഞ്ഞേക്കണം. അച്ചാറ നമ്മൾ പോകുന്നു കുൺകേശ്വർ. ദേവ്ഗഡ് 30, കുൺകേശ്വർ 20. കടൽ കാണും സുഹൃത്തുക്കളെ, കടൽ കാണും. കടലിന്റെ സൈഡിൽ കൂടെയുള്ള വണ്ടി ഓടിക്കാൻ. ഇതിലും അടിപൊളി വ്യൂസ് ഇനി എന്തായാലും വരാനുണ്ട്, ഉറപ്പായിട്ടും വരാനുണ്ട്. ആൽമരങ്ങൾ നോക്കിയടി എൻ്റെ പൊന്ന് പുളി. ഓക്കെ, കുൺകേശ്വർ 2 കിലോമീറ്റർ, ദേവ്ഗഡ് ബീച്ച് 16. റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതാണ് കുൺകേശ്വർ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ കുൺകേശ്വറിനും ദേവ്ഗഡിനും ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു മാവുന്തോട്ടത്തിൽ നിർത്തുവാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ പഴങ്ങളുടെ രാജാവായ, മാങ്ങയിലെ രാജാവായ അൽഫോൻസോ മാങ്ങയുടെ മെയിൻ സ്ഥലങ്ങളാണ് ഇതൊക്കെ, രത്നഗിരി, ഈ ഒരു റേഞ്ച്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ സീസണിലെന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം കഴിഞ്ഞ 2-3 മുന്നേ മഴ പെയ്തായിരുന്നു ഇവിടെ. ആക്ച്വലി അത് മഴ പെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാലും നല്ല ചൂട് വേണ്ടേ? അതെ, മാങ്ങയ്ക്ക് നല്ല ചൂടുള്ളൂ. അപ്പം നല്ല മാവുന്തോട്ടത്തിൻ്റെ നടുക്ക് ഞങ്ങളിങ്ങനെ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇന്നലെ മേടിച്ച ഒരു ലഡു ഉണ്ടായിരുന്നു, മൂങ് ദാലിൻ്റെ ലഡു. നല്ല രസമുണ്ട്. ഞങ്ങൾ രാവിലെ തൊട്ട് തിന്നുകൊണ്ടിരിക്കുക. അതെ, അപ്പോൾ അതൊക്കെ തിന്ന് ഞങ്ങൾ ചെറുതായിട്ട് വെള്ളമൊക്കെ കുടിച്ച്
ചെറുതായിട്ട് ഇങ്ങനെ കരിക്കും കരിമ്പൊക്കെ ഒന്ന് അന്വേഷിച്ചു. പക്ഷെ ഇത് അത്ര ട്രാവല് ഇല്ലാത്ത റോഡ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ കിട്ടിയില്ല. അതെ അതെ അധികം മിക്കവാറും നമ്മൾ ഒറ്റയ്ക്കാണ് വഴി കൂടെ പോകുന്നത്. അതെ അതെ. അപ്പോൾ ശരി, റോഡിൽ കാണാം ബാക്കിയുള്ള കാഴ്ചകളുമായി തന്തൂരി പ്രോൺസിന്റെ നാട്ടിലേക്ക്. പവാസ് 60, രത്നഗിരി 71. ഓക്കെ സുഹൃത്തുക്കളെ, ഗൂഗിൾ മാപ്പ് പറയുന്നത് ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. അവിടെ റൈറ്റ് പോയിട്ട് അവിടെ പോയിട്ട് കുറേ ദൂരം പോയിട്ട് യൂട്ടായിട്ട് തിരിച്ചു വരണം. നമ്മൾ രത്നഗിരി ഇടത്തേക്ക് എന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ട്. പിന്നെ വഴി ഞാൻ നോക്കിയായിരുന്നു നിർത്തിയപ്പം. അപ്പോൾ ഈ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. നിംബു സർബത്ത് വേണോ? നമ്മൾ കടലിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നേ. അതെ, കടല്, പൊളിക്കടല് കണ്ടില്ലേ അപ്പൊ ഇതുവരെ? അവിടെ എന്തോ ഫോർട്ട് എന്തോ ഉണ്ടല്ലോ. ഫോർട്ട് ഉണ്ടാവും. ദേവ്ഗഡ് ഫോർട്ട് ഉണ്ടടി. അത് ദേവ്ഗഡ് ഫോർട്ടാണ്. കുറെ ഫോർട്ടുകളുണ്ട് ഇവിടെ എല്ലാം. ഈ സൈഡുകളിലെല്ലാം ഫോർട്ടുകളുടെ സ്ഥലമാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്താനുള്ള പ്ലാൻ. കുറേ സൈക്ലിസ്റ്റ് ഉണ്ട്. ഹണിബി അഡ്വഞ്ചേഴ്സ്, മുംബൈ ടു ഗോവ സൈക്ലിംഗ് എക്സ്പെഡിഷൻ. കുറേ സൈക്കിൾസ് ഉണ്ടല്ലോ. ജയൻറ്റ്, സിങ്കോ, കവാസാക്കിൻ്റെ സൈക്കിളോ കൊള്ളാലോ. ഓക്കെ സുഹൃത്തുക്കളെ, ഇവർ ഗോവ ടു മുംബൈ റെഡിയാണ്. 6 ദിവസം 600 കിലോമീറ്റർ. അപ്പോൾ ഇത് നമ്മുടെ ഭണ്ഡാരി വഴി വന്ന് പരിചയപ്പെട്ട് രസം, നല്ല അടിപൊളി സൈക്കിൾസും കാര്യങ്ങളൊക്കെ. സേ ഹായ്. ഓക്കെ നൈസ്, ബൈ. യു ടു റൈഡ് സേഫ്, യു ടു. നേരെ ഒരു മല, നേരെ ഇടിച്ചങ്ങ് കയറിയാലോ. ഡിഷ് വിജനമായ റോട്ടിലൂടെ ആരുമില്ലാതെ നമ്മൾ രണ്ടുപേരും മാത്രം. ഇതാണ് ഗാന്ധിജി കണ്ട കിനാശേരി. ഇതാണ് ഗാന്ധിജി കണ്ട കിനാശേരി, സ്വപ്നം കണ്ട കിനാശേരി അല്ലേ? അടിവാരെ 9 കിലോമീറ്റർ. മുമ്പ് കുത്തനുള്ള കൊക്ക. ഇനി രത്നഗിരിയിലോട്ട് ഒരു 30 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ പോകുന്ന വഴി കാണുന്ന ഒരു അടിപൊളി ബീച്ച് വ്യൂ ആണ്. ഈ സൈഡിൽ മൊത്തം പാറക്കല്ലുകളും ഇപ്പുറത്തെ സൈഡിൽ മൊത്തം കാറ്റാടിയും. നല്ലൊരു രസം, ഭയങ്കര രസമുള്ളൊരു സ്ഥലം. നമുക്ക് വേണമെങ്കിൽ കാറ്റാടിയുടെ ഉള്ളിൽ കൂടെ വണ്ടിയൊക്കെ കേട്ടണോ? ഇവിടെ എന്തോ കരിക്കുണ്ടോ? കരിക്കുണ്ട്. അപ്പൊ ഇവിടുന്ന് വണ്ടി കയറ്റിട്ട് വരാം. തിക്ക് 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 തിക്ക്. ഇത് വണ്ടിയൊക്കെ പോണ റൂട്ടാണ്. അടിപൊളി. നമ്മളങ്ങനെ കണ്ടോടത്തേക്കൊക്കെ വണ്ടി കയറ്റി പോവാണ്. ഓ മോളെ, പൊളി പൊളി. കുറച്ചാൽ കയറ്റി, നടുക്കോട്ട് കയറ്റി. ഓ എന്താ രസം. കുറച്ചാൽ കയറ്റേ. പുരിയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ഇവിടെ നിർത്തിക്കോ. ആ വഴി ഉദർ. അതന്നെ. ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ പശുക്കൾക്ക്. ഗണപതിപുളെ സ്ട്രൈറ്റ് ആണല്ലോ. ലഞ്ച ഇങ്ങോട്ടടി. ഇതാ രത്നഗിരി. ഓ ഇത് തുമ്പിക്കളി. പെട്രോൾ പമ്പ് ഉണ്ട് SRന്റെ. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൈസ് കൂടിയ പെട്രോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. 92 രൂപയാണ് പെർ ലിറ്ററിന്. 660 രൂപയ്ക്ക് എനിക്കും 610 രൂപയ്ക്ക് അഖിതയ്ക്കും പെട്രോൾ അടിച്ചിരിക്കുകയാണ്. ജേണി കണ്ടിന്യൂസ്. ഓക്കേ, നമ്മളങ്ങനെ രത്നഗിരി എത്തിയിരിക്കുകയാണ്. നൈസ്. ഇവിടുന്ന് ഞങ്ങൾക്ക് 20 കിലോമീറ്റർ ഉണ്ട് ഗൺപത്തിപ്പുളെ എന്ന സ്ഥലത്തേക്ക്. ഓക്കെ, ഫൺ ഫാക്ട് എന്ന് വെച്ചാൽ അക്കോമഡേഷൻ ഇതുവരെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ഹോട്ടലുകളെല്ലാം ഫുള്ളി സോൾഡ് ഔട്ടായി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്. സോ നമുക്ക് നോക്കണം ഏതാ എന്ന് പോയിട്ട്.
ഇവിടുന്ന് റൈറ്റ് എടുക്കാനൊക്കെയാണ് പറയുന്നത്. മാറി വഴി മാറി. ടേൺ റൈറ്റ് ഇതൊക്കെ പറയുന്നുണ്ട്. കോക്കറ്റാണ് മാർക്കറ്റ് കണ്ടിട്ട് പോകാം. നേരെ മെയിൻ റോഡിൽ കയറി, എന്നിട്ട് നമുക്ക് ഇത് വെക്കാം. നേരെ ഗണപതിപൂലേ ആരേവാര ബീച്ച്, അവിടെയാണ് നമുക്ക് കൊണ്ട്. ആരേവാരെ ഇതാണ് ഗണപതിപൂല്. ഇതാണ് നിന്നെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിർത്തട്ടെ. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുകയാണ് ഗണപതിപൂലെ. ഇതാണ് ആരേവാരെ ബീച്ച്. അതെ, ഇതാണ് ആരേവാരെ ബീച്ച്. ആരെയും വാരുന്ന ബീച്ച്. ഓക്കെ സുഹൃത്തുക്കൾ, 2 വർഷത്തിന് മുന്നേ 2018 ഇതേ സമയത്ത് ഈ ബീച്ചിൻ്റെ തെരുവുകളിൽ കൂടി അലയുകയായിരുന്നു നിങ്ങളുടെ ടിൻസോബ്രോ. അലയുകയായിരുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ വ്യൂ കുറച്ച്. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴാണ് കുറച്ചും കൂടെ രസമുള്ള ഒരു സ്ഥലം വരുന്നത്. പക്ഷേ ശനിയാഴ്ച കണ്ട് ചിലപ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും. ഈ സൈഡിലെ ബീച്ച് ഇതാണോ? ഇത് തന്നെ. അതിന്റെ ഏറ്റവും അവസാനത്തെ കരിക്കട നിർത്തി. ഏറ്റവും അവസാനത്തെ കരിക്കടയിൽ. ഓ, 2 സൈഡും ബീച്ചാണല്ലേ? യെസ്, അവസാനത്തെ കരിക്കട നിർത്താം. അത് തന്നെ അവസാനത്തെ. അവിടെ ആരും ഇല്ല. ഇവിടെ ഈ ചേച്ചിയുടെ അടുത്ത് നിർത്താം, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ അടുത്ത് നിർത്താം. ഏതൊരു ചേച്ചിയുടെ അടുത്ത് നിർത്താം. എനിക്കൊരു ഉപ്പ് സോഡ വേണം ആദ്യം. ആണോ? ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കോമഡേഷൻ നോക്കുന്നു. ഓക്കെ, കട്ടാമിട്ട എന്ന് പറഞ്ഞ സാധനമാണ് ഈ തൂങ്ങിക്കിടക്കണേ. പുളിയാണ് പുളി. വാ. ഓക്കെ ദീദി, പോട്ടെ. ഭയങ്കര രസമുണ്ടേ. അതെ, ഭയങ്കര രസം. ഒരു ക്ലിഫ് പോലെയുണ്ട്. ക്ലിഫ് ആണ്. ആരെന്ന് പറഞ്ഞ് 2 വില്ലേജ് ഉണ്ട്. അവരുടെ ആണ് ആരെ. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ എത്ര അടിപൊളി ഒരു സ്ഥലത്താണ് അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത്. ആക്ച്വലി ഇതായിരുന്നു ഞങ്ങളുടെ ഫൈനൽ അവസാനത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. സംഭവം എന്ന് വെച്ചാൽ 2018 ഞാനിവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു. 1.5 മാസം ഞാനിവിടെ തൊട്ടടുത്തൊരു 200 മീറ്റർ അവിടെ ഒരു അഭിഷേകം എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, കമ്പനീൻ്റെ ആവശ്യത്തിനായിട്ട്. അന്ന് ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ കൂടെ ഇതിലെ കൂടെ നടക്കുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കൂട്ടുണ്ടായാൽ ഇവിടെ കൊണ്ടുവരും എന്നൊരു ആഗ്രഹം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇവിടുത്തെ തന്തൂരി പ്രോൺസ് കഴിക്കാനെന്ന് ഒരു കാരണം പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ അങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ട് ഇവിടെ ഉണ്ട്, എൻ്റെ സ്വന്തം മുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കൊറോണേൻ്റെ നല്ല തന്നെ സീനുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഏകദേശം ഒരു 100% കണ്ടീഷനാണ് എന്ന് പറയില്ല. നിങ്ങൾ തന്നെ വ്ളോഗ്സിലൊക്കെ കണ്ടല്ലോ, ചെറിയ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ സ്വാഭാവികം. പിന്നെ രാവിലെ തന്നെ വഴി തെറ്റിയായിരുന്നു. വഴി എത്ര പ്രാവശ്യം തെറ്റിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. സോ അതിനെല്ലാം തരണം ചെയ്ത് ഇവിടെ വന്നു. രസമുണ്ട്, നല്ല അടിപൊളി. ഇവൾക്ക് സംഭവങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവം കാണിക്കാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് തന്നെ. ഇതൊന്ന് കാണണം. അപ്പോൾ ഇനി അവസാനത്തെ നമ്മുടെ ഇവൻ്റാണ് തന്തൂരി പ്രോൺസ് കഴിക്കാന്നുള്ളത്. ഞങ്ങൾക്ക് ആ റിസോർട്ടിൽ ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്തൂരി പ്രോൺസ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കും. ഇല്ലെങ്കിൽ എവിടുന്നേലും തന്തൂരി പ്രോൺസ് കഴിച്ചിട്ടേ ഞങ്ങൾ പോകും. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. ഇനി തന്തൂരി പ്രോൺസ് കഴിക്കുന്ന വീഡിയോ ഉണ്ട്, എങ്ങും പോകണ്ട, കുറച്ചുകൂടെ കഴിയാം. അപ്പോൾ ശരി, വ്യൂസ് ഒക്കെ നിങ്ങൾ എന്താ ചെയ്തു. ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഭയങ്കര കാറ്റാണ്. ചെറിയ ഡ്രോൺ കാറ്റ് പറത്തിക്കൊണ്ട് പോയാലോ. അപ്പോൾ ശരി, വ്യൂസിലേക്ക് കടന്നോളൂ.
ഓക്കെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, അങ്ങനെ ഫൈനലി നമ്മുടെ തന്തൂരി പ്രോൺസ് വന്നിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്തൂരി പ്രോൺസ്, അതായത് വലിയ പ്രോൺസ് ഇല്ലായിരുന്നു, ഇവിടെ ചെറിയ പ്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു പറഞ്ഞു എനിക്ക് വലിയ പ്രോൺസ് വേണം, 2 വർഷം മുന്നേ കഴിച്ച അതേ മോഡ് വേണം. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ നേരെ മാർക്കറ്റിൽ പോയി ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, ടൈഗർ പ്രോൺസ്. എന്നിട്ട് എന്നെ കാണിച്ചു. ഓക്കെ, ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വന്ന് കൊണ്ടുവന്നതാണ്, ഇതാണ് സെറ്റപ്പ്, ഷെഫ് നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫൈനലി നമ്മുടെ തന്തൂരി പ്രോൺസ് ഇവിടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 1000 കിലോമീറ്ററും 7 ദിവസവും തന്തൂരി പ്രോൺസിനായി. ഇതാണ് നമ്മുടെ ഐറ്റം, പൊളി സാധനം. നമ്മൾ ഒരെണ്ണം എടുക്കുന്നു, ടൈഗർ ഫിഷ് തന്തൂരി അടിക്കുന്നു. ബിജിയം വരട്ടെ, ബിജിയം. പടയപ്പം നൈസ്. ഫൈനലി അങ്ങനെ നമ്മൾ തന്തൂരി പ്രോൺസ് കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ ആൻഡ് അഖിത ക്യാമറേൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ അതൊക്കെ അങ്ങ് സഫലമാക്കാനേ, വെറുതെ വീട്ടിലിരുന്നിട്ട് എന്ത് കിട്ടാനാണ്. കൊറോണ വരട്ടെ, കൊറോണ വരുമ്പോൾ നോക്കാം. അപ്പോൾ ശരി, നാളെ ഞങ്ങൾ റിട്ടേൺ ജേണിയാണ് ഇവിടുന്ന്. ഞങ്ങളുടെ ട്രിപ്പ് എന്നെല്ലാം കംപ്ലീറ്റ് ആയി. നാളെ രാവിലെ ഞങ്ങൾ ഒരു 6:30-7 കൂടി നമ്മൾ ഇറങ്ങുവാണ്, കംപ്ലീറ്റ് ആയി. അപ്പോൾ ശരി, റോട്ടിൽ കാണാൻ നിങ്ങളുടെ സ്വന്തം ടിൻസോബ്രോ ആൻഡ് അഖിത ക്യാമറേൻ്റെ പുറകിലുണ്ട്. ബൈ, സുലാൻ, ടേക്ക് കെയർ, മസ്സലാമ. ബാക്കി കഴിക്കട്ടാ. എനിക്കും വേണം കേട്ടോ, തീർക്കരുത്. ഇല്ല.